നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് പെൻഷൻ ലഭിക്കുക 3200 രൂപയായിരിക്കുമെന്നുള്ളത്. എന്നാൽ പല ആളുകൾക്കും ഇന്ന് 1600 രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കിയിട്ടും പല ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ ലഭിച്ചിട്ടില്ല. എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ ലഭിക്കാത്തത്, അതുപോലെ തന്നെ പെൻഷൻ 1600 രൂപ മാത്രം ലഭിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ 1300 ലഭിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. 2025 ഓഗസ്റ്റ് 25 ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ബാങ്കിന്റെയും സെർവർ റെഡി ആവുന്ന മുറക്ക് തന്നെ അവർക്ക് പണം എത്തിയിട്ടുണ്ട്. കുറച്ചാളുകൾക്കെല്ലാം 3200 രൂപ തികച്ചും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി അടുത്ത മാസമായിരിക്കും പെൻഷൻ ലഭിക്കുക. അതല്ല, ചില ആളുകൾക്ക് 1300, 1400, 1600 എന്നിങ്ങനെ പല രൂപത്തിലുള്ള പെൻഷൻ കിട്ടിയ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇന്ന് എത്ര രൂപയാണ് പെൻഷൻ കിട്ടിയതെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് അത് അറിയാൻ സാധിക്കും. എത്ര ആളുകൾക്കാണ് ഇനി പെൻഷൻ കിട്ടാനുള്ളത് നമുക്കും അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പെൻഷൻ ലഭിച്ച സംഖ്യ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഇന്ന് 1600 രൂപയാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വൈകിട്ടത്തോടു കൂടി അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് വീണ്ടും 1600 രൂപയോ 1300 രൂപയോ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കയ്യിൽ പണം കിട്ടുന്ന ആളുകൾക്കാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ 1600 രൂപയും 1600 രൂപയും കൂടി 3200 രൂപ അവരുടെ അക്കൗണ്ടിൽ വരുന്നതാണ്, അവരുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾക്കെല്ലാം 1600 രൂപ ഉടൻ തന്നെ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾക്കെല്ലാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 1600 രൂപ കൂടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കിയിട്ടും പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഇപ്പോഴും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് കമന്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ പെൻഷൻ പോർട്ടലിൽ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ പെൻഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണോ, അതുപോലെ തന്നെ അക്കൗണ്ട് മോഡാണോ, കൈകൾ കിട്ടുന്നത് ഏത് രൂപത്തിലാണ്, നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ സാധിക്കും. അതിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പെൻഷൻ മുടക്കമുണ്ടെങ്കിൽ അതിൽ അറിയാൻ സാധിക്കും. അതെല്ലാം ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് വരാത്തത് കൊണ്ടോ, അതുമല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും തകരാറ് മൂലമോ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ സംശയമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പെൻഷൻ തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും പണം എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുമല്ലെങ്കിൽ പല ആളുടെയും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങുന്നത് മസ്റ്ററിംഗ് കൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും മസ്റ്ററിംഗ് നിർബന്ധമായി ചെയ്യണം. അതെല്ലാം മസ്റ്ററിംഗ് അല്ലാത്ത കാരണം കൊണ്ടും പെൻഷൻ മുടങ്ങാം. സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകൾ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. പെൻഷൻ മുടങ്ങിയ ആളുകൾ താഴെ കമന്റായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമുക്കറിയാം കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാം. അതുപോലെ തന്നെ പെൻഷൻ ലഭിച്ച ആളുകൾ പെൻഷൻ ലഭിച്ച കാര്യം ഒന്ന് കമന്റിൽ മറുപടി പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.